ഹലോ ഗൈസ്, അപ്പോൾ നാലാമത്തെ ദിവസത്തെ ഗൈസ് ഞാൻ വീഡിയോ മൂന്നാമത്തെ റെക്കോർഡ് ചെയ്യുന്ന ഒരു കളി കളിച്ച് ഫുള്ള് റെക്കോർഡ് ചെയ്ത. പക്ഷേ അത് ഡെർബി മാച്ചുമായിരുന്നു, നമുക്ക് ഡ്രോയെ കിട്ടിയുള്ളൂ. അവസ്ഥ ഗൈസ്, അവസ്ഥ പിന്നെ അത് തന്നെ കളിക്കേണ്ട അവസ്ഥയായി. തൽക്കാലം ഇനിയുള്ള അടുത്ത മാച്ച് കളിക്കാം. അപ്പോൾ അതേ ചെയ്യാൻ പറ്റുമോ നമുക്ക്? തൽക്കാലം ഈ മാച്ച് കളിക്കാം. ഇത് നമ്മളിപ്പോൾ ഗോളിയെ എടുത്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചിടുക. നമുക്ക് തൽക്കാലം ഇവനെ മാറ്റും. എന്തായാലും ഞാൻ ഇവനെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഗോളിയെ മാറ്റി ഇവനെ പിടിച്ചിടുക. പിന്നെ ഇനി ക്യാപ്റ്റനായിട്ട് പാട്രിക്കിനെ കൂടി ഇടാം ഗൈസ്. എന്നിട്ട് നമുക്കൊന്ന് ഒരു കളി സ്കിപ്പ് ചെയ്ത് നോക്കാം. വിൻ ചെയ്താൽ തീർന്നു. എന്താണ് ഗൈസ് ഈ തോൽവി ജയിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അടുത്ത ഡെർബിയാണ്, ഇന്ത്യൻ എയർഫോഴ്സ് FC എന്ന് പറഞ്ഞ ആളുമായിട്ട്. അപ്പോൾ ഈ കളി ജയിച്ചേ പറ്റൂ ഗൈസ്, ഒരു മാറ്റമില്ല, ജയിച്ചേ പറ്റൂ. മിക്കവാറും നമ്മളെ പുറത്താക്കും. എന്തായാലും നമ്മുടെ ഗോളി വന്നിട്ടുണ്ട്, അതൊരു പ്രതീക്ഷയാണ് ഗൈസ്. യൂത്ത് ടീമിൽ കളിക്കുന്നതായിട്ട് അതിനകത്ത് കാണിച്ചേക്കുന്നത് ഏതാണ്ട് 32 വയസ്സ് ആൾക്ക്. ഇത് ഡെർബി ഡേ ആണ്, ചാപ്റ്റർ 3. In the derby without a win is quite some time. How do you plan to approach the match? Okay, നമുക്ക് എന്ത് പറയാൻ നോക്കാം ഗൈസ്, എന്ത് പറയാൻ നോക്കാം. ഗൈസ് നമുക്ക് എന്ത് പറയാൻ ഞാൻ ചിന്തിക്കുകയാണ്. സ്റ്റഡി അവർ നെർവ്സ്. നമുക്ക് ഏറ്റവും മേലുള്ള നോ കൺസേൺ, ഞാൻ കൺസേൺ ഒന്നുമില്ല എന്ന് പറയാം. Okay, there is a special occasion so the players are super motivated more so than they usually are before a match. So no, I have no concerns. We are going to win. നമ്മൾ വിൻ ചെയ്യുന്ന ഉറപ്പ് പറഞ്ഞിട്ട് കളിക്കുന്നതാണ് ഗൈസ്. ഇത് നമുക്ക് ജയിച്ചേ വരത്തുള്ളൂ. ഇതിനു മുമ്പുള്ള ഒരു ഡെർബി നമുക്ക് ഡ്രോയെ കിട്ടുള്ളൂ. ഇത് നമുക്ക് ജയിക്കണം ഗൈസ്. ഗൈസ് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അവിടെ ഉബൈദിന് വന്നാൽ ഞാൻ കൊടുത്തേണ്ടാ. ഇവനെ ഞാൻ ഇപ്പം അങ്ങോട്ട് സൈൻ ചെയ്തേ ഉള്ളത്. ഇതെന്തോ അത്? ഓ, ആള് വന്നത് കാണിക്കാൻ വേണ്ടിയാണ്. സോറി എൻ്റെ മിസ്റ്റേക്കാണ്. കുഴപ്പമില്ല, നമുക്കപ്പം ഈ കളി കളിക്കാം. അതിന് മുമ്പ് മാനേജർ ഓഫീസിൽ മെസ്സേജ് വന്ന് പ്ലെയർ വന്ന കാര്യം പറഞ്ഞാണ്. ഓക്കെ ഇനി ടീം മാനേജ്മെൻറ്റ് ഗെയിം പ്ലാൻ. ഗോളി മാറ്റണം. ഓക്കെ, നമ്മുടെ ഗോളി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഒരു മിനിറ്റ് നമ്മുടെ സ്കോഡൊന്ന് നോക്കട്ടെ. സ്കോഡില് CB കളിക്കുന്ന പ്ലേയേഴ്സ് കുറവാണ്. 4 പ്ലേയേഴ്സ് 6 പ്ലേയേഴ്സാണ് ഉള്ളത്. AMF കളിക്കാൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റാർസ് റാഫി അത്യാവശ്യം കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവനെ നവോച്ചാസിങ് പറ്റത്തില്ല. ഇവനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. റാഫി ഇവനെ ട്രൈ ചെയ്യാം. എന്തായാലും റാഫി അത്യാവശ്യം നല്ല തന്നെ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ മാറ്റാത്ത ഞാൻ. ഈ മാച്ച് നമുക്ക് കളി തുടങ്ങാം. ഓക്കെ ഗൈസ്, യൂണിഫോം ഒക്കെ സെറ്റ് അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ടീമിൽ തന്നെ കണ്ട ലുക്ക് കണ്ട, ഇനീസ്റ്റയുടെ ലുക്കില്ലേ? എന്തായാലും കൊള്ളാം. നമുക്കപ്പം കളിയോട്ട് പോവാം. പാട്രിക് ആണ് നമ്മുടെ ക്യാപ്റ്റൻ മാറ്റി പാട്രിക് ആക്കിയായിരുന്നു ഗൈസ്. നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ പോയി ഗൈസ്, അത് ഇത് പറ്റിയെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അവിടെ നിന്ന് കണ്ടിന്യൂഷൻ കിട്ടാഞ്ഞത്. എന്തായാലും മാക്സിമം കാണുന്നവരെല്ലാം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. So perfect blue skies, almost no wind, beautiful sunshine. These are indeed conditions for the beautiful game. The backdrop here, picturesque, idyllic. No doubt one of the best days of the footballing calendar, and it has added to a really jovial, happy mood in the stands, helping to raise the level of sound by more than a few decibels. Should say very much the dress code. This must be amongst the favourite arenas of supporters all over the world. It really does have a very special feel. And already we're underway here. That's just an example of overcommitting, and they're fortunate for the quality of the intervention. It was vital.
Oh, well intercepted. Really alerts the danger. And that's the end of that. It all started well enough. Gamba Osaka have played a lot of games just lately. Squad rotation or tinkering start to become prevalent at times like this. Absolutely. I think nowadays the science that goes on behind the scenes can tell a manager who's in the best shape, so he can use that information now to juggle his squad. Patrick in ball. ഇതാരിത് 6ാം നമ്പർ പ്ലെയർ എന്ത് പാസ്സാ കളിച്ചത് ഇത്ര മോശം പാസ് എനിക്കൊന്ന് ഇവൻ കളിക്കുമെന്ന് വെച്ചും കൂടി 65 റേറ്റിംഗ് കിട്ടുന്നുണ്ട് എന്നാലും അവൻ കളിക്കട്ടെ എന്തോ കാണിച്ച Yamaguchi has been included in the starting 11 for the first time in some weeks. Gets wrestled off the ball. Well, each team knows that they're still well below standard, and it's a question of which can find a way out. They'll have to go again. Goes for goal. Another attempt. Forward it goes. Crossbar. Vermaelen. SK is correct ആയിട്ട് നിന്നിട്ടുണ്ട് ഇപ്രാവശ്യമൊക്കെ എന്താ പറ്റിയെന്നറിയില്ല ആൾക്ക് മാറ്റിയാണെന്ന് പറഞ്ഞാ ഇപ്പൊ ചെലവണം കളിക്കുന്നുണ്ട് എന്തായാലും കളിക്കുന്ന എത്ര നേരം കളിക്കട്ടെ അതേ കളിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കുള്ള ഈ മിസ്റ്റേക്സ് ആണ് അത് പാസിംഗ് മിസ്റ്റേക്സ് Breaks on here. And it's played forward. Vermaelen drives it forward. Yamaguchi. And that's been won straight back. Oh, that's a foul. Free kick's been given. And it's Iniesta. Iniesta? Yes, ഞാൻ പറഞ്ഞത് ശരിയാണ്. Iniesta തന്നെയാണ്. Iniestയില് ചിലപ്പോൾ അത് Iniesta എന്ന് വരെയുള്ള വേറെ ആരെങ്കിലും ആവാൻ സാധ്യത പക്ഷേ ഞാൻ പറഞ്ഞില്ല Iniestയാണ് ചെയ്യുന്നത്. പറ്റില്ല അത്യാവശ്യം നല്ലോണം തന്നെ അവൻ ചെയ്തത് ഫസ്റ്റ് ടൈം പാസിനെ നെക്കിയതാണ് ഹാഫ് ടൈം ആയി കുഴപ്പമില്ല അവൻ ഹാഫ് ടൈം വരെ കളിച്ചില്ല അത് ഹാഫ് ടൈം വരെ മോൾ ഔട്ട് പോയില്ലേ അതാണ് Yeah, and despite the scoreline, it's clear who the better side is when it comes to chances. If this is the trend that's going to continue, then there's only going to be one winner here, and I don't think it's going to take too much improvement for it to happen. No goals at this stage, but certainly not devoid of action. It is 0-0 here at half-time. Well, the action has already resumed here. Going for goal! Guys, that's caused a worry or two. That's an agonising miss. Iniestയാണ് അടിച്ചത് അല്ലല്ല ഇനിസ്റ്റ ബാക്കിലോട്ട് വലിഞ്ഞ് 37 നമ്പർ എന്തായാലും പോസ്റ്റാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ഗോൾ സേവ് ചെയ്യും ഗേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്
pass ulla nu ഞാൻ ഉദ്ദേശിച്ച അടുത്തോട്ടല്ല പോയത് പാസ്. Sakai. ഇത് വേറെ പ്ലെയർ ആണ് സക്കായ് എന്ന് വേറെ. ആ റണ്ണ് നോക്കിയാണ്. ഇനിയസ്റ്റ പന്തടിക്കരുത്. Going through. Yeah, he's Foul. fouled him there. ഫൗളാ ഇതൊക്കെയാണ്. മസ്യൂയാമ ഇത് പേരാണ് ഇതൊക്കെ. ഇനിയസ്റ്റേണേസ് ആൻഡ്രസ് ഇത് റിയൽ ഇനിയസ്റ്റേണേസ് ആണത് ഇവിടെ. ഗോൾ. Has a pop. It's a goal. First post Time and space aplenty. He was never going to miss. It's rarely a problem when that much time is afforded in the penalty box. Nobody sensed where the danger was lurking, and the finish was made a lot easier. Deadlock broken. It's 1-0. Oh, half-time has been a blessing for this team. You know, what a great start to the second half. Brushed off the ball there. He gets past his man. Has a hit. Straight at the keeper. That's just literally playing into his hands. Sakai hoists it forward. Well positioned to make that interception. Yamaguchi has created one goal already. Try as they might, they just couldn't get into an attacking area. And the counter is on. This is better. Hope is just about the sum of it, isn't it, Jim? Spot on, Peter. Fence has got rid of that. He's managed to get that all wrong. There's some activity down on the touchline. It seems there's going to be a change. Vermaelen. Yamaguchi goes for it. Well, he's definitely kept the side in the game then. That's really good positioning. They could have doubled their lead there. Yamaguchi was not to be moved. Okay, ball എടുത്തു തന്നിട്ടുണ്ട് അത് മതി തൽക്കാലം. Ball. Peter, they have to fight the onset of desperation and keep enough cool heads to still deliver. അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെ ഊളക്കളിയൊക്കെ ഫ്രണ്ടിൽ കൂടെ പോയി ബോൾ എടുക്കാൻ വയ്യാൻ. പിന്നെ എന്തിനാ ഓടി അങ്ങനെ ചെന്നത്? Gets into a dangerous position. The ball needed to be better there. It's a wasted chance. I think it's time for them to concentrate on closing this one out. And through to the goalkeeper. നല്ലോണം കളിക്കുന്നവര് Iniesta. ചെയ്യാൻ പോലും പറ്റുന്നില്ല അയാൾക്ക്. And now they can launch a counter. ബോൾ പോയിട്ടില്ല. ആർക്ക് പാസ് ഇട്ട് ആർക്ക് പോയെന്നുണ്ടോ? That is it. The referee has seen enough. മിക്കവാറും എന്നെ പുറത്താക്കും. Ended in disappointment. Defeat and back to the glory. എല്ലാ ഡെർബി മാച്ചും നോക്കുന്നത് എന്തുവാന്ന് നോക്കണേ. നിറന്ത് കപ്പ് മിക്കവാറും പോവും. സ്കിപ്പ് ചെയ്യാൻ ഇതങ്ങ് സ്കിപ്പ് ചെയ്യുവായിട്ട്. എന്താണ് കേന്ദ്രീകരിക്കുന്നത്? ഒരു കളി സ്കിപ്പ് ചെയ്തോളാം. ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ.
കവസക്കി 4-0 അടിച്ച് നശിപ്പിച്ച്. ഓ ലീഗിലെ ടോപ്പ് ആവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മിക്കവാറും എന്നെ പുറത്താക്കും കേസാര്. ഞാൻ വെച്ചാൽ ഇപ്പോഴേ പുറത്താക്കിയെന്ന്. ആരാ എനിക്ക് ഓഫർ വന്ന ഇത്രയും വേസ്റ്റ് മാനേജർ? ഡെയിലൻ പ്രോ ആളെ ഏത് ലീഗിൽ കളിക്കുന്നത് നോട്ടെ. CFL ചൈന. ആർക്കാ വന്ന സോഡിലങ്ങ് ചെക്ക് ചെയ്യാൻ. വേറെ പ്ലെയറില്ല കളിക്കാൻ അവിടെ ഒന്നും. അല്ല ഞാൻ വിറ്റേന. വിക്കി നമുക്ക് പാട്രിക്കിനെ നമുക്ക് സെയിൽ ചെയ്യണ്ട കാലം. എന്നെ പുറത്താക്കിയില്ലെങ്കിൽ നമുക്ക് ഈ സീസൺ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഈ ഒരു കളിയും കൂടി നമുക്ക് സിം ചെയ്യാം. നമുക്ക് ആദ്യമേ $6000. നമ്മുടെ ലാഘവപ്പാടുള്ളത് $3000. എനിക്കങ്ങ് കേന്ദ്രടിക്കുന്നൊക്കെ 80 പ്ലെയർ $6000. ആരെങ്കിലും ഒരാളെ വിൽക്കാൻ പറ്റി കിട്ടിയായിരുന്നെങ്കിൽ. ഇനി ആകെ വിൽക്കാനുള്ളത് പാട്രിക്. അവനെ വിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വിറ്റാനാണ്. ഒരു ഓഫർ വന്നാൽ കൊള്ളായിരുന്നു. ഗെയിം പ്ലാൻ നോക്കാം. നമുക്ക് സപ്പോർട്ടിങ് റേഞ്ച് കുറച്ച്. ആൾ ഔട്ട് പ്രഷർ എടുക്കാം. സെൻറ്റർ ആക്റ്റീവായി സെൻറ്റർ എടുക്കാം. ഭയങ്കര സേഫ്. Yes. Formation കൂടെ മാറ്റാം. 5 back ഇട്ട് കളിക്കാം. 5-3-2 5-2-3 5-3-2 കളിക്കാം. എന്നിട്ട് താഴെ ഒന്നുകൂടി എത്രത്തിട്ട് ഗെയിം പ്ലാനിൽ എന്താ കുഴപ്പം പറ്റി നമുക്ക് ഒന്നുകൂടി ചേഞ്ച് ഓപ്ഷൻ ചെയ്താൽ വേറെ റെഡിയാവുമായിരിക്കും. കളിക്കാം.
ഇവനൊരു എയിമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവനാ എവിടാ പോയതാണ് അല്ല എവിടെ പോയി വീണു ഞാൻ കണ്ടില്ല റൊണാൾഡോനെ മാറ്റി ഞാൻ സെമി ചെയ്ത് നോക്കാം ഡിഫൻസാണ് മൊത്തം ഞാൻ ട്രൈ ചെയ്തത് ഓരോട് സെമി ചെയ്ത് നോക്കാം എടാ എന്നിട്ടും തോക്കുന്നതാ ഇതെങ്ങനെ സുദേവ ഡൽഹി FC എന്തായാലും ആ കളി നമ്മളിപ്പോൾ കളിക്കുന്നില്ല ഞാൻ ഇപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ ബൈ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ